ടീച്ചർ ഒപ്പിട്ട് കൊടുത്തില്ല. അവൻ ഒരുപാട് പറഞ്ഞ് പ്രിൻസിപ്പള് കള്ളത്തനം പറഞ്ഞ് ക്ലർക്ക് ഒന്നും ചെയ്തില്ല എന്ന്. ഒന്നീ ഞങ്ങളെ ബെൻസിനെ അവർ തിരിച്ചു തരണം, അല്ലെങ്കിൽ പ്രിൻസിപ്പളും ക്ലാസ് ടീച്ചറും ഈ സ്കൂളിൽ നിന്ന് പോകണം, ക്ലർക്കും പോകണം. സസ്പെൻഷൻ മാത്രം പോരാ, എല്ലാരും സ്കൂളിൽ നിന്ന് പോകണം. ഇന്നലെ ആക്ച്വലി ഇന്ന് പബ്ലിക് എക്സാം നടക്കാതിരിക്കുകയായിരുന്നു ഈ കുട്ടിയുടെ. അപ്പോൾ അതിന്റെ മുന്നോടിയായിട്ടുള്ളൊരു മോഡൽ എക്സാം നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ 2 ബാച്ച്. തിരുവനന്തപുരം കാട്ടാക്കട സ്കൂൾ വിദ്യാർത്ഥി തൂങ്ങി മരിച്ച നിലയിലാണ്. ക്ലർക്കുമായിട്ടുള്ള വാക്കുപോര് കാരണമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാര്യം. വേറെ ഒന്നുമല്ല, ഇവൻ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യുന്നതിന്റെ അടുത്ത് സ്കൂൾ പ്രിൻസിപ്പൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സീല് പോയി എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞു. ഇവൻ ഈ സീൽ എടുക്കാൻ പോയപ്പോഴാണ് ഈ പറയുന്ന ക്ലർക്ക് ഇവന്റെ അച്ഛനെ വിളിക്കുകയുണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി. അതൊരു വലിയൊരു വിഷയത്തിൽ പോയി കലാശിക്കുകയും ചെയ്തു. ഈ സംഭവം ഉണ്ടായതിന്റെ പിറ്റേ ദിവസം രാത്രി അവൻ സ്കൂളിൽ തന്നെ തൂങ്ങി മരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. പ്രിൻസിപ്പളിന്റെയൊക്കെ ഓരോ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഈ ക്ലർക്കിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. എന്തോ വളഞ്ഞും തിരിഞ്ഞും കുഴഞ്ഞും ഒക്കെ സംസാരിക്കുന്ന പോലെ അവരുടെ സംസാരത്തിലാണെങ്കിലും അവരുടെ ബോഡി ലാംഗ്വേജിലാണെങ്കിൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. എന്നിട്ട് നമുക്ക് ന്യൂസിലോട്ട് പോവാം. മുതൽ ബെൻസിനെ കാണാനില്ലെന്ന് കുടുംബം പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. ഇതിനിടെയാണ് രാവിലെ സ്കൂളിൽ തൂങ്ങി മരിച്ച നിലയിൽ കുട്ടിയെ കണ്ടെത്തുന്നത്. പ്രൊജക്ട് ബുക്ക് ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് സ്കൂളിലെ ക്ലർക്ക് സനലുമായി ബെൻസിന് പ്രശ്നമുണ്ടായിരുന്നെന്നും ഇതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നുമാണ് രക്ഷിതാക്കളുടെ ആരോപണം. ഒരു ക്ലർക്കിന്റെ നിരുത്തരവാദപരമായ പെരുമാറ്റം കൊണ്ട്, ഹറാസ്മെന്റ് കൊണ്ട് എന്റെ കുഞ്ഞിനെ മരണത്തിലേക്ക് തള്ളിവിട്ടതാ. ക്ലർക്ക് മോശമായി പെരുമാറുന്നത് ഇതാദ്യമായിട്ടല്ലെന്ന് കൂടെയുള്ള കുട്ടികളും പറയുന്നു. കുട്ടികളും ക്ലർക്കുമായി തർക്കമുണ്ടായിരുന്നെന്നും രക്ഷിതാക്കളെ വിളിച്ചുകൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിരുന്നെന്നും പ്രിൻസിപ്പൽ അറിയിച്ചു. കുട്ടി തന്നെയാണ് പരാതിപ്പെട്ടത്. ഇതേക്കുറിച്ച് ക്ലർക്കിന് പറയാനുള്ളത് കൂടി കേൾക്കും. അല്ല, കുട്ടി മോശമായിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞു ക്ലർക്കുമായിട്ട്. ക്ലർക്കിനോട് ചോദിച്ച ആളൊന്നും പറഞ്ഞില്ല എൻ്റെ അടുത്ത്. സാധാരണ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ കുട്ടിയുടെ വീട്ടിൽ വിളിച്ച് പറയാം. അത് ഇവിടുത്തെ രീതിയാണ്, ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യാറ്. ഓഫീസിൽ എടുത്തുകൊണ്ടുപോകാൻ കുട്ടികളെത്തിയപ്പോൾ ഈ മേഡത്തിന് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തേക്കണം. നമുക്ക് എന്തായാലും അതിലോട്ട് വരാം. ഈ മേഡം പറയുന്ന പല കാര്യങ്ങളും പച്ചക്കള്ളമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഒരു സ്കൂൾ വിദ്യാർത്ഥി, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, തൂങ്ങി മരിച്ചിട്ട് അതിനെക്കുറിച്ചൊന്ന് ചോദിക്കാൻ പോലും, ഞാൻ ക്ലർക്കിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല എന്നുള്ള രീതിയിലാണ്. പിറ്റേ ദിവസം ഈ ക്ലർക്ക് സ്കൂളിൽ വരുന്നില്ലെന്ന് ഇവർക്ക് വാട്സപ്പിൽ പോലും മെസ്സേജ് അയച്ചാണ്. അത് ജസ്റ്റ് അവർ കണ്ടത് മാത്രമേ ഉള്ളൂ. ഇത്രയും വലിയൊരു ഇഷ്യൂ ഉണ്ടായിട്ട് ഇവർ എന്തുകൊണ്ട് ചോദിച്ചില്ല? പിന്നെ ഇവരോട് കുറെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇവർ ഞാനിവിടെ ഇല്ലായിരുന്നു, ഞാനിവിടെ എക്സാം ഹാളിലായിരുന്നു. കുറെ മുടന്ന ന്യായങ്ങളുമായിട്ടിരിക്കുന്ന ഒരു പ്രിൻസിപ്പളായിട്ട് എനിക്ക് ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നും മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും ക്ലർക്ക് പറയുന്നു. ബെൻസൺ എബ്രഹാമുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നതായി ഓർക്കുന്നില്ലെന്നാണ് വിശദീകരണം. ഞാൻ പോയി നോക്കിയപ്പോൾ ഈ പയ്യൻ പ്രിൻസിപ്പളിന്റെ മേശപ്പുറത്തിരുന്ന് ബോക്സിൽ നിന്ന് കുറെ സീൽ എടുക്കുന്നു, കുറെ സീൽ വാരി എടുക്കുന്നു. ആരും ചോദിച്ചിട്ട് സീൽ എടുക്കുന്നതിന്റെ ആവശ്യം തോന്നുന്നു. അപ്പൊ പറഞ്ഞു ഏതോ ടീച്ചർ പറഞ്ഞു അയച്ചു എടുത്തോണ്ട് ചെല്ലാനെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്കറിയാമോ ഏത് സീലെന്നത്? ആ ടീച്ചറിനെ വന്ന് എടുക്കാൻ പറയാന്ന് പറഞ്ഞു നടന്നത്. ഡിവൈഎഫ്ഐയും എസ്എഫ്ഐയും സ്കൂളിലെത്തി പ്രതിഷേധിച്ചു. MLA ജി സ്റ്റീഫനും എത്തി സ്കൂൾ അധികൃതരുമായി സംസാരിച്ചു. പരാതികൾ പരിശോധിക്കാമെന്നാണ് പ്രിൻസിപ്പലിന്റെ ഉറപ്പ്. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഡെപ്യൂട്ടി ഡയറക്ടറെ വിദ്യാഭ്യാസ മന്ത്രി ചുമതലപ്പെടുത്തി. കറക്റ്റായിട്ട് അന്വേഷണം നടന്നില്ലെങ്കിൽ ഇതൊരു വലിയൊരു പ്രശ്നത്തിൽ തന്നെ എത്തുകയും ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ക്ലർക്ക് ആവശ്യമില്ലാത്ത എല്ലാ വയ്യാവലികളും ഉണ്ടാക്കി വെക്കുന്ന കുറെ ടീമുകളാണ് ഇവന്മാര്. പിന്നെ അതുപോലെ തന്നെ സംശയമായിട്ടുള്ള കാര്യം ഈ പ്രിൻസിപ്പളിന്റെ സംസാരവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ ആ വീഡിയോ നിങ്ങൾക്കൊന്ന് വെച്ചുതരാം. ഇന്നലെ ആക്ച്വലി ഇന്ന് പബ്ലിക് എക്സാം നടക്കാതിരിക്കുകയായിരുന്നു ഈ കുട്ടിയുടെ. അപ്പോൾ അതിന്റെ മുന്നോടിയായിട്ടുള്ളൊരു മോഡൽ എക്സാം നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ 2 ബാച്ചായിട്ടാണ്. ഈ കുട്ടി സെക്കൻഡ് ബാച്ചിലാണ്. അപ്പോൾ സെക്കൻഡ് ബാച്ചിലാണ് കുട്ടി. അപ്പം ഞാൻ അതേപോലെ പബ്ലിക് എക്സാം വേറെ നടക്കുന്നുണ്ട്, പ്രാക്ടിക്കൽ എക്സാം ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളുടെയും റെക്കോർഡിന്റെ ഫ്രണ്ട് പേജ് ഞാൻ സൈൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ സൈൻ ചെയ്യുന്നതും സീൽ വെക്കുകയും ചെയ്യാറുണ്ട്. അപ്പം ഇന്നലെ ആണെങ്കിൽ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ എടുക്കാൻ വേണ്ടി ഒരു അധ്യാപകൻ മണക്കാട് സ്കൂളിൽ പോയതുകൊണ്ട് റൗണ്ട് സീൽ എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ പഴയ സീലാണ് ഓഫീസിലുള്ളത്. ആ സീൽ വെക്കാനായിട്ട് കുട്ടികളെ അങ്ങോട്ട് പറഞ്ഞു വിടുക ചെയ്യുക. സ്കൂൾ വിദ്യാർത്ഥികളെല്ലാം പറയുന്ന കാര്യങ്ങൾ പ്രിൻസിപ്പളാണ് പറഞ്ഞു വിട്ടതെന്നുള്ള രീതിയിലാണ്. അടുത്ത പ്രിൻസിപ്പൾ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ വിട്ടിട്ടില്ല, ചിലയിടത്ത് പറയുന്നുണ്ട് ഞാൻ വിട്ടിട്ടുണ്ട്. ഓരോ വട്ടം ഓരോന്ന് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് തന്നെ കൺഫ്യൂഷൻ അടിക്കുന്ന രീതിയിൽ തന്നെ. ഒന്ന് ഇരുത്തി ഒന്ന് ചോദിക്കേണ്ട കൂട്ടി ചോദിച്ചാൽ തത്തം പറയുന്ന പോലെ ഇവർ മണിയാന്ന് പറയും. അപ്പോൾ ഓഫീസിൽ സംഭവിച്ചതിനെ പറ്റി എനിക്ക് അറിഞ്ഞൂടാ. കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ അടുത്ത് വന്ന് ഇങ്ങനെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണ് ഇപ്പോൾ അങ്ങോട്ട് പോയെന്ന് ചോദിച്ചു. അപ്പം നീ പോകാൻ കാരണം നിന്റെ റെക്കോർഡ് ഇപ്പോൾ അവൻ്റെ ഞാൻ സൈൻ ഇട്ടിട്ടില്ലായിരുന്നു, കാരണം സെക്കൻഡ് ബാച്ചിലുള്ള കുട്ടിയാണ്. ഉച്ച കഴിഞ്ഞാണ് റെക്കോർഡ് കൊണ്ട് തരേണ്ടത്. അപ്പോൾ അവൻ്റെ ഇതെല്ലാം അപ്പോൾ ചോദിച്ചപ്പോൾ കുട്ടിയെ എന്നോട് പറഞ്ഞു എൻ്റെ എല്ലാ ടീച്ചറും വേറൊരാളെ കൊണ്ടാണ് പോയെന്ന് ചോദിച്ചാൽ ആരുടെയാണെന്ന് ചോദിച്ചിട്ട് ആൾ പറഞ്ഞില്ല, ആരുടെയാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും കാര്യം ചോദിച്ചു, എല്ലാവരും ചോദിച്ചു. ഞാൻ സംസാരിച്ചു. പിന്നെ ഞാൻ തിരക്കിലായതുകൊണ്ട് മറ്റു അധ്യാപകരും അവരോട് സംസാരിച്ചു. പിന്നെ അത് ശാന്തമായി, കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് ക്ലർക്കുമായിട്ട് അവിടെ ഇഷ്യൂ ഉണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ലാബിലായിരുന്നു. ലാബ് നമ്മുടെ മുകളിലാണ്. അപ്പം ഞാൻ എക്സാമിന് നിൽക്കുകയാണ്. ടീച്ചർ അതിനുശേഷം അന്വേഷിച്ചിരുന്നു എന്താണ് സംഭവം ചോദിച്ചാൽ അയാൾ അങ്ങനെ സംസാരിച്ചില്ല.
ക്ലർക്ക് പരാതിയായിട്ടല്ല പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അതിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ, നമുക്ക് ഇവിടെ എന്റെ അടുത്ത് പറഞ്ഞ പോലെ ഞാനാണല്ലോ സീൽ വെച്ച് തരുന്നതെന്ന് പറഞ്ഞു. ആ കുട്ടിയുടെ അമ്മയോട് പറഞ്ഞു, അമ്മയോട് ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞിട്ട്. ഇത് രണ്ടും ഉണ്ടായിട്ടില്ല എന്ന് മാഡം പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് രക്ഷകർത്താക്കളെ വിളിച്ചു വരുത്താൻ വേണ്ടി ശ്രമിച്ചത് മാഡം? ഇപ്പൊ പറയുന്നത് ഈ ക്ലർക്ക് അങ്ങനെ സംസാരിച്ചില്ലെന്ന് മാഡം പറയുന്നുണ്ട്. അല്ല, ഇപ്പൊ പറഞ്ഞത് അങ്ങനെയാണ്, അങ്ങനെ സംസാരിച്ചിട്ടില്ല. ഞാൻ അയാളോട് ക്ലർക്ക് പറഞ്ഞിട്ടില്ല, കാരണം ഞാൻ കണ്ടിട്ടില്ല. അത് ഞാൻ ലാബിലായിരുന്നു. ഞാൻ അറിയില്ലെന്നാണ് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് അവിടെ കുട്ടിക്ക് പരാതിയുമില്ല, ക്ലർക്ക് അങ്ങനെ പറഞ്ഞിട്ടുമില്ല. പിന്നെ എന്തിനാണ് രക്ഷകർത്താക്കളെ വിളിച്ചു വരുന്നത്? എനിക്ക് അറിഞ്ഞൂടാ സാർ. ഞാൻ അവിടെ ഇവൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് രക്ഷകർത്താവിനെ വിളിച്ചത്. ഇല്ല അല്ല, കുട്ടി റെക്കോർഡ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് സെക്കൻഡ് ബാച്ചിന്റെ കൂടെയാണ്. അതിന് ഇന്ന് പരീക്ഷ നടക്കാനുള്ളതാണ്. അത് സൈൻ ചെയ്ത് സ്പൈറൽ ബൈൻഡ് ചെയ്താൽ മാത്രമേ ചെയ്യിക്കാൻ പറ്റുള്ളൂ. ഇല്ല അവന്റെ റെക്കോർഡ് ഉണ്ട്. ഞാനത് എന്നിട്ട് അത് കഴിഞ്ഞ് മോഡൽ എക്സാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അല്ലല്ല, അവൻ സീൽ വെക്കാൻ പോയത് അവന്റെ റെക്കോർഡ് അല്ല. അത് ഞാൻ സൈൻ ചെയ്ത് കൊടുത്താലേ സീൽ വെക്കാം. പിന്നീട് ആ കുട്ടിയുടെ റെക്കോർഡ് സൈൻ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് സീൽ വെച്ച് ഞാൻ തന്നെ സീൽ വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് ഫ്രണ്ടിലത്തെ കടയിൽ ഒന്ന് സ്പൈറൽ ബൈൻഡ് ചെയ്യാൻ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മേടിച്ചിട്ടേ പോകാവൂ, കാരണം രാവിലെ ഫസ്റ്റ് ബാച്ചിൽ തന്നെ ആയിരിക്കും. ആൺകുട്ടികളുള്ള ബാച്ച് ഫസ്റ്റ് ബാച്ചാണ്. അല്ല, കുട്ടി മോശമായിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അത് അറിയിക്കാൻ വേണ്ടി കുട്ടി തന്നെ പറഞ്ഞു എൻ്റെ അടുത്ത്, അങ്ങോട്ടും ഇങ്ങോട്ടും മോശമായിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞു. എൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇവനെ പിന്നെ ആരാണ് അവിടെ സീല് മേടിക്കാൻ പറഞ്ഞു വിട്ടത്? മേഡം അല്ലെങ്കിൽ പിന്നെ ആരാണ്? അതൊരു ചോദ്യം തന്നെയല്ലേ? അതാരും ഇവരാരും ചോദിച്ചൊന്നുമില്ല. ആരാണ് അവനെ അവിടെ സീല് മേടിക്കാൻ വിട്ടത്? ഇവർ പറയുന്നത് ഇവരല്ലെന്ന് പറയുന്നത്. ഓരോ വട്ടം ഓരോന്ന് ഈ സ്ത്രീ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവൻ ചെന്നിട്ട് കംപ്ലൈന്റ് പറയുകയും ചെയ്തു, ക്ലർക്ക് ഇങ്ങനെ മോശമായിട്ട് സംസാരിച്ചു എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവനും പറയുകയും ചെയ്തു, ഞാനും തിരിച്ച് പറഞ്ഞിട്ടുണ്ട് മേഡം എന്നുള്ള രീതിയിലാണ്. അവസാനം വീട്ടുകാരെ വിളിക്കണമെന്ന് പറയുകയും ചെയ്തു. എവിടെയോ എന്തൊക്കെയോ പൊരുത്തം പോലെ. ചിലപ്പോൾ ഇവൻ തിരിച്ച് പറഞ്ഞുകൊണ്ടായിരിക്കാം ചിലപ്പം മേഡം ഇന്ന പോലെ വീട്ടുകാരെ വിളിക്കാൻ പറഞ്ഞതെന്നും നമുക്ക് വേണമെങ്കിൽ കരുതാം. എനിക്ക് ചോദിക്കേണ്ടത് നിങ്ങൾ പ്രേക്ഷകരോടാ, ഇവരുടെ ഈ സംസാരവും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഇവർക്കൊരു ഉത്തരവാദിത്വം ഉണ്ടോ? ഇവർ കള്ളം പറയുക, പച്ച കള്ളമാണ് ഇതെല്ലാം പറയുന്നത്. അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഉത്തരവാദിത്വമില്ലാത്ത രീതിയിലെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ. ഞാൻ അവിടെ ആയിരുന്നു, ഞാൻ ഇവിടെ ആയിരുന്നു. ആ ഇരിക്കുന്ന ടീച്ചേഴ്സ്മാർ, നിൽക്കുന്ന ടീച്ചേഴ്സ്മാരെല്ലാവരും നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു മരണം നടന്ന സ്കൂളാണ്, അവർക്ക് കൂളായിട്ടിരുന്നിട്ടാണ് അവർ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ ആ പയ്യന്റെ കാര്യം ആലോചിക്കുന്നത്, എടാ മോനെ, നീ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ? ഇത്രയേ ഉള്ളൂ, മരിച്ചു കഴിഞ്ഞാൽ നിന്റെ വീട്ടുകാർക്ക് പോകും. ഇവരൊക്കെ കണ്ടില്ലേ? ഇവർക്കൊക്കെ ഒരു വിഷയമല്ല. അവർ വീട്ടിൽ ചെന്നാൽ അവരുടെ അരിയും കാലവും ചോറും ഒക്കെ വെച്ചിട്ട് അവർ ഹാപ്പിയായിട്ട് അടിച്ചു പൊളിക്കുകയും അവരുടെ ജീവിതം മുന്നോട്ട് പോവുകയും ചെയ്യും. 1, 2, 3, 4 ദിവസം മാത്രം നിന്നെ എല്ലാവരും ഓർത്തിരിക്കും, നഷ്ടപ്പെട്ട നിന്റെ അച്ഛനും അമ്മയ്ക്കും മാത്രം. അങ്ങനൊന്നും എന്നോട് പറഞ്ഞില്ല. അല്ല, കുട്ടി എന്നോട് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. എങ്ങനെ? ക്ലർക്കിനോട് നമ്മൾ വിശദീകരണമാണ് ചോദിക്കുന്നത്. ക്ലർക്കിനോട് ചോദിച്ച ആളൊന്നും പറഞ്ഞില്ല എൻ്റെ അടുത്ത്. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് എക്സാം സാധാരണ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ കുട്ടിയുടെ വീട്ടിൽ വിളിച്ച് പറയാം. അത് ഇവിടുത്തെ രീതിയാണ്, ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യാറ്. ഇന്ന് ലീവാണെന്ന് എൻ്റെ അടുത്ത് വാട്സാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലർക്കിനോട് ചോദിച്ചു എന്ന് പോലും അദ്ദേഹം നല്ലൊരു വിശദീകരണം തന്നില്ല എന്ന് മേഡം എടുത്ത് പറയുന്നുമുണ്ട്. ഓക്കെ, ഒരു മരണം നടന്നതാണ്. നിങ്ങൾ ആലോചിക്കണം, ഒരു മരണം നടന്നെടുത്ത് ഒരു ടീച്ചർ ചോദിച്ചപ്പോൾ അയാൾ കറക്റ്റ് മറുപടി തന്നിട്ടില്ല. അദ്ദേഹം തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയും ചെയ്ത്, ഇന്ന പോലെ ഞാൻ സ്കൂളിൽ വരുന്നില്ല, ലീവാന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ പൊന്നു പ്രിൻസിപ്പളെ. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ തക്കതായിട്ട് തന്നെ ഇവർക്കെതിരെ നടപടി തന്നെ എടുക്കണം. ഇവർക്ക് സസ്പെൻഷൻ അല്ല, ഡിസ്മിസ് കൊടുത്ത് അത്രയും നല്ലതെന്നുള്ള രീതിയിൽ തന്നെ ഇവർക്കെതിരെ ആദ്യം നടപടി എടുക്കണം. കാരണം ഇവർ ഡബിളും ട്രിപ്പിളും, ഇവർക്ക് ഒരു യോഗ്യതയില്ല ഒരു പ്രിൻസിപ്പളായിട്ട് ഇരിക്കാൻ. ഞാൻ ഈ ഒരു വീഡിയോ നിന്ന് വ്യക്തമാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്ത് യോഗ്യത ഉള്ളത്? അവിടെ ഇരുന്ന് എന്തൊക്കെയോ വിവരക്കേട് വിളിച്ച് പറഞ്ഞായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു സ്കൂൾ പ്രിൻസിപ്പളാണ്. ഞാൻ അവിടെ ആയിരുന്നു, ഞാൻ ഇവിടെ ആയിരുന്നു. മിക്ക സ്കൂളുകളിലെയും പ്രിൻസിപ്പൾ ഇങ്ങനെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ പാർട്ടി പ്രവർത്തനവും കാര്യങ്ങളൊക്കെ, പിള്ളേരുടെ പ്രശ്നങ്ങളും അവിടെ ചിലപ്പോൾ ഞാൻ അവിടെ ഇല്ലായിരുന്നു ഡാനി, ഞാൻ ഇവിടെ പോയിരിക്കുകയായിരുന്നു. ഞാനൊന്ന് വിശദമായിട്ടൊന്ന് അന്വേഷിക്കട്ടെ. നീക്ക് എന്ത് അന്വേഷിക്കാനാണ് അവിടെ ഇരുന്നിട്ട്? അതാ ഞാനും ആലോചിക്കുന്നു. ഒരു ചുക്കും ചുണ്ണാമ്പും അന്വേഷിക്കാൻ പോകുന്നില്ല. എങ്ങനെങ്കിലും ഇതെല്ലാം കൂടെ അവൻ്റെ തലയിലെടുത്തിട്ട് അവന് ഇനി എന്തൊക്കെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുമോ അതെല്ലാം കണ്ടുപിടിച്ചിട്ട് എങ്ങനെങ്കിലും നിങ്ങൾക്കൊക്കെ ഊരുക. നിങ്ങൾ അതേ നോക്കത്തുള്ളൂ. ഇനി അവനെ ക്ലർക്കിനെയും സേഫ് ആക്കാൻ നോക്കും. അതാണ് ഇവരുടെ രീതിയും കാര്യങ്ങളൊക്കെ. എന്തായാലും സ്കൂൾ മാനേജ്മെന്റ് എന്തായാലും ഇടപെടാതിരിക്കത്തില്ലല്ലോ. അവന്മാർ ഇടപെടുകയും ചെയ്തും പരമാവധി കേസ് ഒതുക്കാനേ നോക്കത്തുള്ളൂ. ഇനി സ്കൂൾ വിദ്യാർത്ഥികൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ വെച്ച് തരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഒരു പെൺകുട്ടി പറയുന്നത് കേൾക്കണം, നല്ല ചൊണയോടെ. അവളാണ് പെൺകുട്ടി എന്ന് പറയുന്നത്. ഇവരെയൊക്കെ പിടിച്ച് ഈ സ്ഥാനത്ത് നിർത്തി മാറ്റിയിട്ട് ഈ പിള്ളേരെയൊക്കെ പിടിച്ചിരുത്തണം. എന്തായാലും ആ കുട്ടി പറയുന്നത് ഞാനൊന്ന് വെച്ച് തരാം. അവൻ റെക്കോർഡ് എഴുതിയിട്ട് നമുക്ക് സൈൻ ചെയ്യണം. അപ്പൊ റെക്കോർഡ് ഉണ്ടെങ്കിലേ ഞങ്ങൾ പബ്ലിക് എക്സാമിന് കയറ്റുള്ളൂ. അങ്ങനെ അവരെടുത്ത് മോഡൽ എക്സാമിന്റെ അന്നാണ് അവൻ റെക്കോർഡ് കൊണ്ടുവന്നത്. റെക്കോർഡ് അവരെടുത്ത് ഒപ്പിടാൻ അവനും ഈ കൊച്ചും ഇവളും കൂടെ കൊണ്ടുകൊടുത്ത് അവരൊപ്പിട്ട് കൊടുത്തില്ല. അവരെ മാക്സിമം ഹറാസ് ചെയ്ത് അവനെ കൊല്ലാകൊല ചെയ്തിട്ടാണ് അവൻ ഒപ്പിട്ട് കൊടുത്തത്. ഞങ്ങളിൽ ആരെങ്കിലും ഒരാളാണ് ഇത് ഇപ്പൊ ചെയ്തതെങ്കിൽ അവ ഈ സ്കൂളിൽ അന്ന് തന്നെ നിർത്തി കത്തിക്കുമായിരുന്നു. അത്രയും ബോൾഡ് ആയിട്ടുള്ള ഒരു അങ്ങനെ ചെയ്യണമെങ്കിൽ ഇവരെന്ത് മാത്രം അവനെ ഹറാസ് ചെയ്ത് കാണും? സീലെടുക്കാൻ പ്രിൻസിപ്പളാണ് അവനെ പറഞ്ഞു വിട്ടത്. എന്നിട്ട് അവൻ ഓഫീസിൽ കയറിയപ്പം ആ ക്ലർക്ക് അവനെടുത്ത് തന്തയ്ക്ക് വിളിച്ച്
സീലെടുക്കാൻ പറഞ്ഞു വിട്ടത് പ്രിൻസിപ്പളാന്ന് ആ കുട്ടി എടുത്ത് പറയുന്നുണ്ട്. സീലെടുക്കാൻ പറഞ്ഞു വിട്ടത് പ്രിൻസിപ്പളാന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇവരിപ്പോൾ വിഷയം മാറ്റുന്നു? അപ്പം പ്രിൻസിപ്പൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അവരുടെ ഭാഗത്ത് തെറ്റുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആ പെണ്ണുമ്പോളെ ശരിക്കും ഹൈഡ് ചെയ്യുന്നുണ്ട്. പ്രീതയെന്നോ കണ്ടാണ് അവർ പേര്, പ്രീത ബാബു എന്നും കണ്ടാണ് അവരുടെ പേരും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ആദ്യം തൂക്കേണ്ടത് അവരെയാണ്. പ്രിൻസിപ്പൾ ആയാലും ശരി, എന്തോ ആയാലും ശരി, അവരെ തൂക്കി ചോദിക്കേണ്ട കുട്ടി ചോദിക്കണം. ഞാൻ നിങ്ങളോട് മുമ്പേ ചോദിച്ചില്ല ആരാണ് ആ സീൽ അവിടെ പോയി എടുത്തതെന്നുള്ള രീതിയിലാണ്. ഇതിൽ ആ കുട്ടി പറയാൻ നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് കേട്ടേക്കാം. തന്തയ്ക്ക് വിളിച്ച് സംസാരിച്ചപ്പോൾ അവൻ തിരിച്ചും പറഞ്ഞു. അനില ടീച്ചർ ഒപ്പിട്ട് കൊടുത്തില്ല, അവൻ ഒരുപാട് പറഞ്ഞു. പ്രിൻസിപ്പള് കള്ളത്തനം പറഞ്ഞ് ക്ലർക്ക് ഒന്നും ചെയ്തില്ല എന്ന്. ഒന്നീ ഞങ്ങളെ ബെൻസിനെ അവർ തിരിച്ചു തരണം, അല്ലെങ്കിൽ പ്രിൻസിപ്പളും ക്ലാസ് ടീച്ചറും ഈ സ്കൂളിൽ നിന്ന് പോകണം, ക്ലർക്കും പോകണം. സസ്പെൻഷൻ മാത്രം പോരാ, എല്ലാവരും സ്കൂളിൽ നിന്ന് പോകണം. ക്ലാസ് ടീച്ചർ വന്നിട്ടും ഇല്ല, പ്രിൻസിപ്പൾ മാത്രം വന്നിട്ട് മാതൃഭൂമി ന്യൂസുകാർ വന്നപ്പം അപ്പം തന്നെ കാറിൽ കയറി പോവുകയാണ് ചെയ്തത്. ക്ലാസ് ടീച്ചർ എന്ന് പറഞ്ഞിരുന്നിട്ട് ആ ടീച്ചർ മരണ വീട്ടിൽ വന്നിട്ട് പോലും ഇല്ല. ഒപ്പിടാൻ വേണ്ടി ചെന്നപ്പോ നിങ്ങൾ ഇത്ര ലേറ്റ് ആയത് എന്ത്, നിങ്ങൾക്ക് ഞാൻ ഒപ്പിട്ട് തരൂല, നിങ്ങൾക്ക് ബാക്കി എല്ലാവർക്കും ചാട അറിയാലോ, നീ എന്ത് ഇത് ചെയ്യാത്തത്, നേരത്തെ കൊണ്ട് സബ്മിറ്റ് ചെയ്യാത്തത് എന്ന് പറഞ്ഞാൽ അവനെ കാല് വരെ പിടിച്ച അവനും ഞാൻ ഇവളും കൂടെ. എന്നിട്ട് അവർ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. അവൻ അമ്മയെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു, അത് പ്രിൻസിപ്പളാ പറഞ്ഞത്. അപ്പൊ ഇവൻ പറഞ്ഞു അമ്മയ്ക്ക് വരാൻ പറ്റില്ല, അമ്മയ്ക്ക് കാല് വയ്യാത്തതാണ്, അമ്മയ്ക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ഇതേപോലെ ടീച്ചർ പറഞ്ഞു അമ്മ ഇവിടെ വന്നില്ലെങ്കിൽ ഗവൺമെന്റിൽ പോയി നിങ്ങൾക്ക് ഒപ്പിട്ട് തരേണ്ടി വരുമെന്ന് പറഞ്ഞു. ടീച്ചർ എന്തുവാ പറഞ്ഞത് സത്യത്തില്? അതായത് പ്രിൻസിപ്പൽ മേഡം തന്നെ വിളിക്കും. ചിലപ്പോൾ പിന്നെ അവസാനത്തായിട്ട് ആണെങ്കിലും വിളിക്കുന്നവരെ നമ്മൾ പറയാൻ പറ്റത്തില്ല, കാരണം സസ്പെൻഷനോ കാര്യങ്ങളൊക്കെ കിട്ടിയാലോ ഡിസ്മിസ് ഒക്കെ ആയാലോ. ആർക്കും ബെൻസനും തമ്മിൽ വഴക്കുണ്ടായി. അത് ബെൻസൺ വന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം തുറന്ന് പറയുകയും ചെയ്തു. പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പേരൻസിനെ വിളിക്കുന്ന കാര്യം പറഞ്ഞതാണ് പ്രിൻസിപ്പൾ നമ്മളോട് പറഞ്ഞ ഒരു കാര്യം മീഡിയ പറഞ്ഞത്. പക്ഷെ ഇവിടെ വിദ്യാർത്ഥികൾ പറയുന്ന വേറൊരു കാര്യമാണ്. ഇത് റെക്കോർഡ് സംബന്ധമായിട്ടുള്ള കാര്യത്തിലാണ് ഈ പറയുന്ന വിദ്യാർത്ഥികൾ പറയുന്നത്. ഇത് സീലിട്ട് തരണമെങ്കിൽ നീ പേരൻസിനെ വിളിച്ചുകൊണ്ട് വരണം, അല്ലെങ്കിൽ നിങ്ങൾ ഗവൺമെന്റിൽ പോയി സീൽ ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുകയും ചെയ്യുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, എടുത്തെടുത്ത് പറയുന്നൊരു കാര്യം, പ്രിൻസിപ്പലിന് നല്ല രീതിയിൽ അവർ പല കാര്യങ്ങളും ഹൈഡ് ചെയ്യുന്നുണ്ട്. ഈ ക്ലർക്കിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അവർ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ബാക്കി വിദ്യാർത്ഥികളും പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഇവിടെ ആദ്യം അവൻ ക്ലാസ്സിൽ എക്സാമിന് കയറാൻ ഇരുന്നിട്ടാണ് അവനെ എല്ലാ സാർമാരും ടീച്ചർമാരെല്ലാരും കൂടെ വന്നിട്ട് പുറത്ത് വിളിച്ചിറക്കിയിട്ട് എഴുതിക്കൊണ്ടിരുന്ന അവനെ പുറത്ത് വിളിച്ചിറക്കിയിട്ട് എല്ലാവരും കൂടെ അവനെ പറയാനൊന്നുമില്ല. കരളെല്ലാം പറഞ്ഞു. ഇവിടെ നിന്ന് അങ്ങേരും പറഞ്ഞു, ഇവിടെ നിന്ന് പറഞ്ഞിട്ട് നേരെ അവൻ ടീച്ചറിന്റെ അടുത്ത് പറഞ്ഞു. ഇവിടെ നിന്ന് അതേപോലെ അവൻ ടീച്ചറിന്റെ അടുത്ത് പറഞ്ഞു, എക്സാമിന്റെ അടുത്ത് പറഞ്ഞിട്ട് അതേ സമയത്ത് അവൻ ക്ലാസ്സിൽ കയറി എഴുതാൻ വേണ്ടി കയറി എക്സാമിന്. എന്നിട്ട് ബാക്കി എല്ലാ ടീച്ചർമാരും എല്ലാവരും കൂടെ വന്നിട്ട് അവനെ പിടിച്ച് പുറത്തിറക്കി. എല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാ സാർമാരും എല്ലാ ടീച്ചർമാരും ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് ഈ പ്രശ്നം എല്ലാം ഉണ്ടാക്കി ഇങ്ങനെ ക്ലർക്ക്. എന്നിട്ട് അവന്റെ തല്ലാണ് എല്ലാ കുറ്റവും വന്നത്. അവന്റെ വീട്ടിൽ അങ്ങനെ വിളിച്ചു പറഞ്ഞു, ക്ലർക്കിന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് അവന്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞില്ല. അവന്റെ കുറ്റങ്ങൾ മാത്രമാണ് അവന്റെ വീട്ടിൽ ഈ പ്രിൻസിപ്പൽ വിളിച്ച് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ കൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം വന്നത്. നമ്മൾ ടീച്ചർമാരാണ്, പ്രിൻസിപ്പലിനെ അനില ടീച്ചറിനെ പിന്നെ ക്ലർക്കിനെ മാറ്റിയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ ഇനി എത്ര പിള്ളേർ ഇതുപോലെ ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റൂല. അതുകൊണ്ട് അവരെ മാറ്റി പ്രിൻസിപ്പലിനെ അനില ടീച്ചറിനെ ക്ലർക്കിനെ മാറ്റിയേ പറ്റത്തുള്ളൂ പിള്ളേർ എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവന് നേരിടേണ്ടി വന്ന പ്രശ്നം വന്ന് പ്രിൻസിപ്പലിനോട് പറഞ്ഞപ്പോൾ പ്രിൻസിപ്പൽ വീട്ടിൽ വിളിച്ച് പറഞ്ഞത് വേറെ കാര്യം, ക്ലർക്ക് മകനെ കുറ്റപ്പെടുത്തിയാണ് അവർ സംസാരിക്കുകയും ചെയ്തത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അവൻ മനം നൊന്ത് കാണും. പോലീസുകാർ എന്തായാലും ഈ 3 വ്യക്തികളുടെ അടുത്ത് നടപടി എടുത്തേ പറ്റൂ, അല്ലെങ്കിൽ പിന്നെ എന്ത് നീതി, എന്ത് കോടതി, എന്ത് അല്ലാതെ ഇപ്പൊ എന്ത് പറയാനാ. പിന്നെ അതുപോലെ തന്നെ ഇവന്റെ കൂട്ടുകാരൻ കുറച്ച് കാര്യം പറയുന്നുണ്ട്, മരിക്കുന്നതിന് മുമ്പുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവന്റെ പേരും പറഞ്ഞിട്ടാണ് ഇവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയൊക്കെ ചെയ്തത്, കൊടുക്കുകയും ചെയ്തത്. എന്തായാലും ആ കൂട്ടുകാരന്റെ വാക്കുകളും കൂടെ നമുക്കൊന്ന് കേൾക്കാം. ചീത്ത വിളിച്ച് എന്നെ തന്തയ്ക്ക് കയറി വിളിച്ച് പോകുന്നൊക്കെ പറഞ്ഞ് ഞാൻ കഴിച്ചോണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ പോയി ചോദിച്ചപ്പോൾ ഇങ്ങനെ മോശമായിട്ട് ചോദിച്ചു നമ്മൾ പറഞ്ഞു. നമ്മൾ അടിക്കാനൊക്കെ ആകുമ്പോൾ ബെൻസ് അടിക്കാൻ പോയി. പിന്നെ നമ്മളെല്ലാം പിടിച്ച് മാറ്റി പുറത്തിട്ടാണ് കാണുമ്പോൾ എല്ലാം ചോദിക്കാം. ഇപ്പോൾ സ്കൂളിനകത്ത് പ്രശ്നമായ സസ്പെൻഷൻ കിട്ടും. അത് നമുക്ക് കുറേ വഴക്കമുള്ളതുകൊണ്ട് സസ്പെൻഷൻ കിട്ടുള്ളൂ. അവരെ ഭാഗത്താണ് തെറ്റും നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ അങ്ങോട്ടൊന്നും പോയി ചോദിച്ചൊന്നുമില്ല. പിന്നെ എൻ്റെ പേരും പറഞ്ഞ് രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി കയറി പോകും. ബെൻസൺ കയറി പോകും. ഇല്ല, നമ്മൾ സീൽ അടിച്ചിട്ട് ആ വീട്ടിൽ സാറിൻ്റെ നമ്മൾ ഒപ്പ് വാങ്ങിച്ചിട്ട് നേരെ ഇവിടെ സീൽ അടിക്കണം. എന്നാലും പരീക്ഷ കയറ്റുള്ളൂ. നമ്മൾ രാവിലെ 9 മണിക്കാണ് എക്സാം എന്ന് പറഞ്ഞത്. നമ്മൾ 9 മണിക്ക് തന്നെ എത്തി കയറുന്നത്. അപ്പോൾ കുറച്ചുകൂടെ എഴുതാൻ ഉണ്ടായിരുന്നുണ്ട്. നമ്മൾ ഇവിടെ എഴുതിയിട്ട് കയറി സാറിൻ്റെ ഒപ്പ് വാങ്ങിച്ചിട്ട് സീൽ അടിക്കാൻ പോയപ്പോഴാണ് ഇത് പോകുന്നത്. അപ്പോൾ തന്നെ ഉച്ചയായി. ഇപ്പോഴാണ് ഉച്ച നമ്മൾ പരാതി കൊടുത്തു മടുത്ത് പെമ്പിള്ളേരെ പരാതി കൊടുത്തിട്ടുണ്ട്. കയറി എപ്പോഴും തന്തക്കുള്ളി ചീത്ത വഴിയാണ്, മോശമായിട്ടാണ്. അപ്പോൾ എപ്പോഴും നീ അങ്ങനെ അല്ലടാ, ഇങ്ങനെയല്ല, നീ അല്ലടാ മോശമായിട്ട്, അങ്ങനെ നീ അല്ല കുട്ടികളെ കൊലക്കണം എന്ന ഒരുമാതിരി വർത്താനങ്ങൾ. അപ്പോൾ നമ്മൾ എത്ര വട്ടം അങ്ങനെ അടിക്കാൻ പോയിട്ടുണ്ട്. പക്ഷേ നമ്മളെല്ലാം പിടിച്ച് മാറ്റും. നമ്മൾ അടിച്ചാൽ അങ്ങനെ മാറ്റി തെറ്റുകയാണ്. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ അങ്ങനെ നമ്മൾ ചീത്ത വിളിച്ചിട്ട് പറഞ്ഞാൽ അങ്ങനെ പരാതി കൊടുക്കും. നമുക്കല്ല കേസ്, നമ്മൾ അടിക്കുക. അങ്ങനെയാടാ മോനെ, ഇല വന്ന് മുള്ളി വീണാലും മുള്ളു വന്ന് ഇല വീണാലും നിങ്ങൾ വിദ്യാർത്ഥിക്കാനാണ് കേട്. പിന്നെ അതുപോലെ തന്നെ പെൺകുട്ടികൾ വരെ ഇവനെതിരെ കേസ് കൊടുത്തിട്ടുള്ളതാണ് ഈ ക്ലർക്കിനെതിരെ. അപ്പോൾ അവൻ്റെ സംസാര രീതികളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ്. ഈ ഒരു കേസ് നല്ല രീതിയിൽ അന്വേഷിച്ചേ പറ്റത്തുള്ളൂ. ക്ലർക്ക്, പിന്നെ ഒരു അനിത മിസ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്, പിന്നെ ഈ പറയുന്ന പ്രിൻസിപ്പൽ പ്രീത, ഇവർ 3 പേരെടുത്തും കൂടെ അന്വേഷണങ്ങൾ
ഈ 3 പേരുടെ അടുത്ത് ഈ അന്വേഷണം കറക്റ്റായിട്ട് പോയാൽ സത്യാവസ്ഥ അറിയാൻ പറ്റും. ആദ്യം അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആരാണ് ആ സീൽ എടുക്കാൻ പറഞ്ഞ് വിട്ടേ എന്നുള്ള രീതിയിൽ അത് അറിയുകയും ചെയ്യണം. ആ വിദ്യാർത്ഥി, ആ പെൺകുട്ടി നേരത്തെ ചുണയോടെ പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ, പ്രിൻസിപ്പൽ മേഡമാണെന്ന്. അവളെ പോലെയുള്ള നട്ടലുള്ളവരൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഇന്ന് കേരളം ഭരിക്കാൻ പോലും യോഗ്യതയുള്ളതെന്ന് ഞാൻ പറയും സീരിയസ്ലി. കാരണം അവൾ ചുണയോടെ പറയുകയും ചെയ്തു. ഇനി ആകെ സത്യങ്ങൾ വിളിച്ചു പറയുന്ന കുട്ടികളെയൊക്കെ ഇവർ നോട്ട് ചെയ്യും. ഈ ടീച്ചേഴ്സൊക്കെ എങ്ങനെയൊക്കെ പണി കൊടുക്കാൻ പറ്റുമോ, ഏതൊക്കെ രീതിയിലൊക്കെ നാറ്റിക്കാൻ പറ്റുമോ, പണിയെല്ലാം ചെയ്യുന്ന കുറേ ഇനങ്ങളുണ്ട്. നമ്മൾ ഇവിടെ അടുത്ത സ്കൂളിൽ കുറേ കാണുകയൊക്കെ ചെയ്തതാണ്. ഓക്കെ, എന്തായാലും സത്യം തെളിയട്ടെ, നമുക്കിനി കണ്ടറിയാം ബാക്കി കാര്യങ്ങളൊക്കെ. ഈ വിഷയം ഇടയ്ക്കൊന്ന് കത്തിക്കയറി വന്നതാണ്, പിന്നെ അണഞ്ഞു പോവുകയും ചെയ്ത്. എന്തായാലും ഇത് നീതിയും കാര്യങ്ങളും കിട്ടട്ടെ, നമുക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ, ലവ് യു ഓൾ.